ഓ, ബ്രദറിൻലോ, ഇവിടെ എന്താ വഴി തെറ്റിയോ? ഈ കമ്പനിയിൽ നിങ്ങളെപ്പോലെയുള്ള ലൂസേഴ്സിന് ഇടമില്ലല്ലോ. അവന്റെ മുന്നിൽ നിന്നിരുന്നത് മറ്റാരുമല്ല, അവനിയുടെ കസിനായ ഷനായയായിരുന്നു. ചെറുപ്പം മുതൽ പല കാരണങ്ങളാൽ അവനിയെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവനി ചെറുപ്പം മുതൽ സ്മാർട്ടായിരുന്നു, കാണാനും സുന്ദരി, അതായിരുന്നു കാരണം. എന്നാൽ അവനിക്ക് ഗൗതമിനെ പോലെ ഒരു യൂസ്ലെസ് ആയ ഭർത്താവിനെ കിട്ടിയതിൽ അവിടെ കൂടുതൽ സന്തോഷിച്ചത് ഷനായയായിരുന്നു. ഒരു മിനിറ്റ്. കുറച്ചു ദിവസങ്ങൾക്കകം ഷനായയുടെ വിവാഹം നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ രഘുവീർ പണ്ഡിറ്റിന്റെ ഏക മകൻ സിദ്ധാർത്ഥുമായി നടക്കാനിരിക്കുകയായിരുന്നു. രഘുവീർ ചാരിയറ്റ് ഗ്രൂപ്പുമായി ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. ചാരിയറ്റ് ഗ്രൂപ്പ് കൊണ്ടാണ് അവന് ജോധ്പൂരിൽ വലിയ സ്വാധീനവും പ്രശസ്തിയും ലഭിച്ചത്. ഈ സ്വാധീനവും പ്രശസ്തിയും കണ്ടാണ് അവനിയുടെ മുത്തശ്ശി ഗായത്രി ദേവി തന്റെ കൊച്ചുമകൾ ഷനായയുടെ വിവാഹം സിദ്ധാർത്ഥുമായി നിശ്ചയിച്ചത്. പതിവ് പോലെ ഷനായയുടെ പരിഹാസങ്ങൾ ഗൗതം ശാന്തമായി കേട്ടുനിന്നു.